നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇന്റീരിയർ പാക്കേജ് കൊടുത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലയൻസിനെ ഒക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് കുറച്ചൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ സിയർക്ക് ഇന്റീരിയേഴ്സിനാണ് ഇന്ന് നമ്മൾ ഒഫീഷ്യലി പരിചയപ്പെടാൻ പോകുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്റീരിയർ രംഗത്ത് തന്നെ പുതിയൊരു വിപ്ലവം അല്ലെങ്കിൽ പുതിയൊരു മാറ്റം സൃഷ്ടിച്ച രണ്ട് യുവ സംരംഭകരെയാണ്. ആൻഡ് സിആർക്ക് ഇന്റീരിയേഴ്സിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ദീപക് മോഹൻ സാറിനെയും അതുപോലെ തന്നെ അജ്മൽ ഷാൻ സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ വെൽക്കം സർ. അപ്പോൾ സിആർക്ക് ഇന്റീരിയേഴ്സ് എങ്ങനെയാണ് ഫോം ആയത്? ഈ ഒരു ഇനീഷ്യൽ തോട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ജേർണി 2 വർഷത്തിന് മുന്നേ തുടങ്ങുന്നത് അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇതിനൊരു ഇനീഷ്യൽ തോട്ട് ആരാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ജേർണി എന്തായിരുന്നു? നമസ്കാരം. ഞങ്ങൾ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നു. ഒരൊറ്റ സ്ഥാപനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും വിട്ടു നിൽക്കുന്ന, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് തന്നെ മൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സാമ്രാജ്യമാണ് സിആർക്ക് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ക്ലയൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ എമൗണ്ട് കുറച്ചിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മളൊരു ഹുക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത ശേഷം നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാക്കേജിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കേജ് ക്ലയൻസ് ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ഈ സിആർക്ക് ഇന്റീരിയേഴ്സിൽ ഈ ഒരു രീതിയിലോട്ട് എത്തിച്ചിട്ടുള്ളത്. സോ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു നമ്മളുടെ പാക്കേജ്, സിആർക്ക് ഇന്റീരിയേഴ്സിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെ 5 ലക്ഷം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ തന്നെ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഇന്റീരിയർ വർക്ക്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ആ ഒരു പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് രണ്ടുപേരും ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ മുതൽ തന്നെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മിനിമം ബഡ്ജറ്റിൽ ക്ലയൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു പ്രീമിയം ഇൻറ്റീരിയർ നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പാക്കേജ് സെറ്റ് ചെയ്തു. അപ്പോൾ പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് അധികമാവാനും പാടില്ല, എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. 7.5 ലക്ഷം രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പാക്കേജ് വെറും 5 ലക്ഷം രൂപയ്ക്ക് നമുക്കിപ്പോൾ നിലവിൽ ഇന്ന് കേരളത്തിൽ മൊത്തം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു 5 ലാക്സിൻ്റെ പാക്കേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിലാണല്ലോ ചെയ്യുന്നത്. സോ അപ്പോൾ എത്ര BHK തൊട്ടാണ് ഈ ഒരു പാക്കേജ് അപ്ലൈ ചെയ്യാൻ പറ്റുക? 2 BHK ഹോമാണ് നമ്മൾ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ നമുക്ക് സോഫ സെറ്റ് കൊടുക്കാം, 5 സീറ്റർ സോഫ സെറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി TV യൂണിറ്റ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡൈനിങ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് 6 സീറ്റർ ഡൈനിങ് ടേബിളും ചെയറും നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വാഷ് ബേസിൻ കൗണ്ടറും കൊടുക്കാം, മിററും കൊടുക്കാം. പിന്നെ 2 ബെഡ്റൂംസിലോട്ടുള്ള ഫുൾ സെറ്റായിട്ട് കൊടുക്കുക. അതായത് ബെഡ് കോട്ട്, സൈഡ് ടേബിള്, വാർഡ്രോബ്, ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ മിറർ, പിന്നെ അടിപൊളി മോഡുലാർ കിച്ചണും നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അപ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എത്ര നാളത് ലാസ്റ്റ് ചെയ്യും, ഇങ്ങനെ എല്ലാവരുടെയും കൺസേൺ ആണ്. അപ്പം ഇതിനെപ്പറ്റി നമ്മുടെ ഈ ഒരു പാക്കേജിൽ നമ്മളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ ഈ ബഡ്ജറ്റിൻ്റെ കൺസേണിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറയുമ്പോൾ ക്വാളിറ്റി കുറയും എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഒരിക്കലും ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ബഡ്ജറ്റിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിആർക്ക് ഇന്റീരിയേഴ്സിനെ ക്ലയൻസിനെല്ലാം 10 വർഷത്തെ വാറണ്ടി കൂടി നമ്മൾ ഈ പാക്കേജിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പം ഒരു ക്ലയൻറ്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് രണ്ടുപേരും? കേരളത്തിൻ്റെ ഏത് ജില്ലയിലുള്ള ഒരാൾ നമ്മളെ കണക്ട് ചെയ്താലും ആദ്യമായിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും. അതിനുശേഷം അവരുടെ സൈറ്റിൽ നമ്മൾ നേരിട്ട് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കും. അതിനുശേഷമാണ് അവർക്ക് വേണ്ട കൊട്ടേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ക്ലയൻറ്റിന് വേണ്ട ഫർണിച്ചർ ലേഔട്ട് വരച്ച് കൊടുക്കും, 3D ഡിസൈൻസ് ചെയ്ത് കൊടുക്കും, 2D എലിവേഷൻസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡ്രോയിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്
ഫാക്ടറിയിൽ നിന്ന് കംപ്ലീറ്റ് സൈറ്റിലോട്ട് വേണ്ട എല്ലാ കട്ടിങ്ങും പ്രസ്സിങ്ങും എല്ലാം നമ്മൾ ഫാക്ടറിയിൽ നിന്നായിരിക്കും ചെയ്യുക. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇൻസ്റ്റലേഷൻ മാത്രമാണ് അവിടെ സൈറ്റിൽ നടക്കുന്നത്. അപ്പോൾ അത്രയും സ്റ്റേജസ്, അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മളൊരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പ്രൊജക്ട്സ് ആണ് ഈ ഒരു 2 years ഓഫ് ജേർണിയിൽ ഫ്രം ദ വെരി ബിഗിനിങ് നോക്കുവാണെങ്കിൽ എത്രത്തോളം പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്? അതുപോലെ തന്നെ എന്തോരം അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു 2 yearsൽ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട്? നമുക്കിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 100-ൽ അധികം പ്രൊജക്ട്സാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2025-ലും 2026-ലും ബെസ്റ്റ് എമർജിങ് ഇൻറ്റീരിയർ ഡിസൈനർ ഓഫ് ദ ഇയർ അവാർഡ് നമുക്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ അതിലുപരി പറയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 100 ക്ലയൻസും അത്രയും ഹാപ്പി ആയിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർവീസിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് നമ്മുടെ അവാർഡിലേക്കാളും നമുക്ക് പറയാനുള്ളൊരു അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ CRK ഇൻറ്റീരിയേഴ്സിൻ്റെ വരവ് എന്തായാലും കേരളത്തിൽ നല്ല ഗംഭീരമായിട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ ഫുള്ള് ആ ഒരു വരവ് ഏറ്റെടുക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ആൻഡ് എല്ലാവിധ ആശംസകളും ഇനി ഒരുപാട് പ്രൊജക്ട്സിന് വരട്ടെ, ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. CRK ഇൻറ്റീരിയേഴ്സിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു സെഗ്മെൻറ്റിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബൈ ഫ്രം ദേവിക.